ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ഒരു വിധവയുടെ കാണിക്കയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോയും ശിഷ്യന്മാരൊക്കെ ദേവാലയത്തിൻ്റെ പരിസരത്തിരുമ്പോൾ ഒരുപിടി ആളുകൾ വന്ന് നേർച്ചയിടുന്നുണ്ട്. ധനവാന്മാരൊക്കെ വന്ന് നേർച്ചയിടുന്നുണ്ട്. പക്ഷേ ഒരു വിധവ വന്ന് 2 ചെമ്പ് തൊട്ടിട്ടിട്ട് കടന്നു പോവുകയാണ്. ഈശോ ആ വിധവയുടെ ആ നിക്ഷേപത്തെ വലുതായിട്ട് എടുത്തു കാണിക്കും. എന്നിട്ട് ഈശോ പറയുകയാണ്, 44-ാമത്തെ തിരുവചനം, എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ആ വിധവയെ എന്തുകൊണ്ട് ഈശോ എടുത്തു കാണിച്ചതെന്ന് പറഞ്ഞാൽ പറയുകയാണ്, ആ വിധവ തനിക്കുള്ളത് മുഴുവൻ, തൻ്റെ ഉപജീവനത്തിനുള്ളത് മുഴുവൻ ദൈവത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? അവൾ തൻ്റെ ജീവിതത്തെക്കാളും ചുറ്റുപാടുകളെക്കാളൊക്കെ ദൈവത്തെ വലുതായിട്ട് കണ്ടു എന്ന് മാത്രമല്ല, അവളുടെ ജീവിതത്തിലൂടെ അവൾ പ്രഖ്യാപിച്ചു, ദൈവമേ നീ വലിയവനാ. ഒന്ന് ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാവോ? നിൻ്റെ സമ്പത്തിനേക്കാൾ, നിൻ്റെ ആരോഗ്യത്തെക്കാൾ, നിൻ്റെ പ്രശസ്തിയേക്കാളൊക്കെ നീ നിൻ്റെ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നുണ്ടോ? നീ നിൻ്റെ ദൈവത്തെ വലുതായിട്ട് കാണുന്നുണ്ടോ? അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് കർത്താവ് സന്തോഷിക്കാൻ പറ്റും. നിന്നെ കർത്താവ് എടുത്തുയർത്തും. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്നെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായിട്ട് നിന്നെ സ്നേഹിക്കുവാനായിട്ട്, എല്ലാത്തിനേക്കാളും കൂടുതൽ നിനക്ക് മഹത്വം നൽകുവാൻ, നിന്നിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതത്തെ ബലപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിക്ക് നീ കൃപ നൽകണം. ഈ ദിവസത്തിന് വേണ്ട അനുഗ്രഹങ്ങളും സംരക്ഷണങ്ങളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.